ദൈവത്തിൻ്റെ പൊന്നു തിരുനാമം ഈ സന്ധ്യയോടടുത്ത് വരുന്ന സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി എന്നീ ഫേസ്ബുക്ക് പേജിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുവാൻ സർവകൃപാലുവായ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ അധികമായി വാഴ്ത്തുന്നു. ഈ ഗ്രൂപ്പിനും പ്രത്യേകമായി എൻ്റെ നന്ദി ഈ സമയത്ത് ഞാൻ പറയുക. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സന്ധ്യയോടടുത്ത് വരുന്ന സമയത്ത് ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദവാക്യം നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുക. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്കത് തരും എന്ന് ഞാൻ അറിയുന്നു എന്നു പറഞ്ഞു. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനാം നിങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, വചനം അങ്ങടയ, അടിയനും അങ്ങടയ. വചനത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. മനുഷ്യം ഒരു വാക്കുപോലും നാവിൽ വരരുത്. മറവുകളില്ലാതെ മോശയോട് ഇടപെട്ട ദൈവം ഈ കാലഘട്ടങ്ങൾ കർത്താവ് അടിയനു ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന സകല പൈശാചിക മേഖലകൾ, സകല അന്ധകാര കോട്ടകളെ ഞാൻ തകർത്ത് കളയുക. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുക. ദൈവാത്മാവ് തന്നെ വ്യക്തമായി തിട്ടമായി വിവേചിച്ച് പരിശുദ്ധാത്മാവിനെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ വായിച്ച വാക്യം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുവാനിടയായത്. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്കത് തരും എന്നു ഞാൻ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്നു പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദവാക്യമാണ്. കർത്താവ് ഇന്ന് രാത്രികാലം എൻ്റെ ഹൃദയത്തിലേക്ക് തരുവാനിടയായത്. സ്തോത്രം. എനിക്കിവിടെ മനസ്സിലായ വിഷയം എന്ന് പറഞ്ഞാൽ, ലാസറിന്റെ സഹോദരിയായ ആ മാർത്ത അല്ലെങ്കിൽ മറിയ, ഈ സഹോദരിമാരുടെ ജീവിതത്തിലെ അവിശ്വാസത്തെ പറ്റിയാ ഞാൻ ഇന്ന് രാത്രികാലം ആധികാരികമായി ചിന്തിക്കുന്നത്. പുതിയ നിയമം പഠിക്കുമ്പോൾ വിശ്വാസത്തെ പറ്റി ആധികാരികമായി യേശുക്രിസ്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഒരിക്കൽ യേശു തന്റെ ശിഷ്യന്മാരുമായി കടന്നു പോകുന്ന സമയത്ത്, യേശു അമരത്ത് തലേണ വെച്ച് ഉറങ്ങുന്ന സമയത്ത് കാറ്റ് പ്രതികൂലമായി വീശി. ആ സമയത്ത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോൾ, യേശുവിനെ തട്ടി ഉണർത്തിയപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുന്നത് എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? അങ്ങനെ വിശ്വാസത്തെ പറ്റി പുതിയ നിയമത്തിൽ കർത്താവ് വളരെ ആധികാരികമായി യേശു കർത്താവ് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ലാസറിന്റെ സഹോദരിയുടെ വിശ്വാസത്തെ സ്തോത്രം യേശു കർത്താവ് അവൻ കാണുവാനിടയായി. ഇവിടെ സംഭവിച്ചൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും പിതാവായ ദൈവം ക്രിസ്തുവിന് മറുപടി തരുമെന്ന് ആ വാക്യം മാർത്ത യേശു ക്രിസ്തുവിനോട് പറയുവാനിടയായി. എങ്കിൽ ഇന്ന് രാത്രികാലം മറുപടിക്ക് വേണ്ടി ഒരു വേഴാമ്പിനെ പോലെ കാത്തിരിക്കുന്ന ദൈവജനത്തെ നോക്കി ഞാൻ ആത്മനിറവിൽ നിന്നുകൊണ്ട് വളരെ ശക്തമായി വിളിച്ചു പറയുക, മറുപടി അതിവിദൂരമല്ല. പ്രാർത്ഥിച്ച് തളർന്നുപോയ വിഷയം, പ്രാർത്ഥിച്ചിട്ടും നീക്കുപോക്കി കിട്ടാത്ത വിഷയത്തിന്റെ മധ്യയിൽ പ്രവർത്തിക്കുക യേശു കർത്താവും മതിയായവനായ ദൈവമാ. ഒന്ന്, വിശ്വാസത്തിന്റെ ആഴം ഇന്ന് രാത്രികാലം ഒന്ന് വർദ്ധിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ആഴം ഇന്ന് രാത്രിക്കാലം ഒന്ന് വർദ്ധിക്കുവാൻ, ഇന്ന് രാത്രിക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുവാൻ, ഇന്ന് രാത്രിക്കാലം അടുത്തൊരു മേഖല പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം തുറക്കുവാനിടയാകും. ഈ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിന്റെ ആഴമുണ്ടെങ്കിൽ മാത്രം, വിശ്വാസത്തിന്റെ ആ തലം തുറന്നെങ്കിൽ മാത്രമേ ഈ കാലഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ചെറിയ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തെ കുറ്റം പറയുന്നവരുമായി,
അല്ലെങ്കിൽ അവിശ്വാസികളായി തീരുവാനിടയാകും. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലരും ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസ്ഥയാ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വാക്ക ആ സഹോദരന്റെ ഹൃദയത്തെ ചലിപ്പിക്കുവാനിടയായെങ്കിൽ ഇന്നു രാത്രിക്കാല ഞാൻ ആധികാരികമായി എന്നെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി ഞാൻ ആധികാരികമായി വിളിച്ചു പറഞ്ഞു, വിശ്വാസത്തിന് ആഴം വർദ്ധിക്കട്ടെ, വിശ്വാസത്തിന് ആഴം വർദ്ധിക്കട്ടെ. ഇന്നു രാത്രിക്കാല സ്വർഗം ചിലർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഒരുക്കുവാൻ യേശു കർത്താവ് മതിയായവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പെട്ടെന്ന് ഓടിച്ചങ്ങ് വിടുകയാണ്. ലാസറിന്റെ ഭവനം, മാർത്തയുടെയും മറിയയുടെയും ഭവനമായ ബെഥാനിൽ ലാസർ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അവൻ ദീനമായി കിടന്നപ്പോ യേശു ക്രിസ്തുവിന്റെ അടുത്ത് ആളെ വിട്ട് യേശു കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ സ്നേഹിതൻ ഇതാ രോഗത്തിന്റെ അവസ്ഥയിൽ കിടക്കുക, അവൻ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. എന്റെ ഒരു ചിന്ത പറയുകയാണെങ്കിൽ അവൻ മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യേശുവിന്റെ അടുത്തേക്ക് ഇതാ അവിടുന്ന് ചില ആൾക്കാരെ പറഞ്ഞു വിടുവാനിടയായി. ആൾക്കാർ കടന്നു എന്ന് യേശു ക്രിസ്തുവിനോട് കാര്യങ്ങളൊക്കെ അറിയിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ യേശുവിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യേശു കർത്താവ് പോയില്ല. 2 ദിവസം കൂടി യേശു കർത്താവ് അവിടെ താമസിക്കുവാനിടയായി. 2 ദിവസം കൂടി. ഹല്ലേലൂയ. ഒരുപക്ഷെ യേശു ക്രിസ്തുവിനെ കടന്നു പോകാമായിരുന്നു. എങ്കിലും യേശു ക്രിസ്തു പോകാതെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ദിവസം കൂടി ഇവിടെ പാർക്കേണ്ടതുണ്ട്. ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം. ആമേൻ. അങ്ങനെ 2 ദിവസം കൂടി കഴിഞ്ഞ ശേഷം യേശു പറയുക, നമുക്ക് ബെഥാനിലേക്ക് യാത്ര പുറപ്പെടാമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോ തന്നെ യഹൂദന്മാർ നിന്നെ എറിയുവാൻ കല്ലെടുക്കുകയാണ്. സ്തോത്രം. അതിന്റെ അർത്ഥം ബെഥാനിയൽ കാലുകുത്തി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡുകൾ തന്നെ യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ആക്രമിക്കുമെന്ന് കൂടെ നടക്കുന്ന 12 ശിഷ്യന്മാർക്ക് മനസ്സിലായി. യേശു ആ നിരാശകളൊന്നും നോക്കാതെ, പ്രതിസന്ധിയെ വകവെക്കാതെ, പ്രതിസന്ധിയെ നോക്കാതെ യേശു കർത്താവ് ബെഥാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ലക്ഷ്യമാക്കി യേശു തന്റെ ശിഷ്യന്മാരുമായി യാത്ര പുറപ്പെടുവാൻ തുടങ്ങി. നമുക്ക് എല്ലാവർക്കും അറിയാലോ, അവിടെ യാത്ര പുറപ്പെടുന്ന സമയത്ത് യേശു കർത്താവ് വരുന്നുണ്ടെന്ന കാര്യം സഹോദരിമാരുടെ ചെവിയിലെത്തിയപ്പോൾ മാർത്ത അവിടുന്ന് ഓടിച്ചെന്ന് യേശുക്രിസ്തുവിനെ എതിരേൽക്കുക. മാർത്ത ഓടിച്ചെല്ലുവാനിടയാ, മറിയോ ആ ഭവനത്തിന്റെ ഉള്ളറിൽ വെയിറ്റ് ചെയ്യുവാനിടയായി. ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു വിടട്ടെ. ഈ മാർത്തയാ യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്കത് തരും. പ്രൈസ് ദി ലോർഡ്. താഴോട്ടുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് യേശു പറഞ്ഞ ചില മറുപടി. മറിയെ അല്ലെ മാർത്തയെ, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. സ്തോത്രം. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്കത് ചെയ്ത് തരണമെന്ന് പറയണമെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ചിന്ത, യേശുക്രിസ്തു ആരെന്ന് ഈ സഹോദരിമാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് പോലും ഇല്ലാത്ത തിരിച്ചറിവ്. പലപ്പോഴും ശിഷ്യന്മാർ ഭയപ്പെട്ട് നിരാശപ്പെട്ട് അവിശ്വാസികളായി തീർന്ന സമയത്ത് യേശു കർത്താവ് അവിടെ ശ്വാസിച്ചത് പറയുന്നുണ്ടോ? ഇവിടെ വിശ്വാസി ആയിരിക്കുന്ന അല്ലെങ്കിൽ ഈ സഹോദരിമാര് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനിടയായി. നീ ഇപ്പോഴും ദൈവത്തോട് എന്തപേക്ഷിച്ചാലും പിതാവ് നിനക്കത് ചെയ്തു തരും. നിന്റെ പ്രാർത്ഥന കേട്ട ഈ വിശ്വാസം യേശു കർത്താവ് ഹൃദയത്തെ അലിയിപ്പിക്കുവാൻ ഇടയായെന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ വിശ്വസിക്കുക. അവിടെ എനിക്ക് മനസ്സിലായ വിഷയം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ എവിടെയാ വെച്ചതെന്ന് ഈ സഹോദരിമാരോട് ചോദിക്കുവാനിടയായി. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ തന്നെ 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുക. എങ്കിലും യേശു പറഞ്ഞൊരു മറുപടി ഉണ്ട്, അവന്റെ സ്ഥലം ഒന്ന് കാണിച്ചു തരുവാൻ യേശു അവരോട് പറയുവാനിടയായി. എങ്കിലും അവന്റെ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വിശ്വസിക്കുക, ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക, എന്റെ സഹോദരൻ ജീവിക്കും എന്നുള്ളൊരു വിശ്വാസം ഈ സഹോദരിയുടെ അകത്തളത്തിൽ വെളിപ്പെടുവാനിടയായി. അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്കത് ചെയ്തു തരും. കാരണം യേശുക്രിസ്തു എന്തപേക്ഷിച്ചാലും ദൈവം ചെയ്യുമെന്ന് ഇവർക്ക് ആധികാരികമായി അറിയാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ, സ്തോത്രം. ശിഷ്യന്മാർക്കില്ലാത്തൊരു വിശ്വാസം യേശു സഹോദരിയിൽ കണ്ടു. ആത്മാവിലൊന്ന് ചിന്തിക്കുവാണെങ്കിൽ 4 ദിവസം ശവം മറവ് ചെയ്തിട്ട് 4 ദിവസമായി. ശരീരം ജീർണിച്ചിരിക്കുന്ന അവസ്ഥ. ലോകചരിത്രങ്ങളിൽ ഒരിക്കലും പ്രതീക്ഷയില്ല. ലോകചരിത്രങ്ങളിൽ പ്രതീക്ഷയില്ലാത്ത വിഷയത്തെ യേശു ക്രിസ്തു എഴുന്നേൽപ്പിക്കത്തക്കവണ്ണം യേശു അവിടേക്ക് ചെന്നത്. എങ്കിൽ ഇന്ന് രാത്രിക്കാലം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഒത്തിരി വ്യക്തികൾ ഇന്ന് രാത്രിക്കാലം എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞെ, മണിക്കൂറുകൾക്കകത്ത് മറുപടി തരുവാൻ കഴിവുള്ള ദൈവത്തെയാ ഇന്നു രാത്രിക്കാലം ഞാനും നിങ്ങളും സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിക്കാലം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. പ്രതീക്ഷകൾക്കപ്പുറമായി ഒരിക്കലും ലഭിക്കത്തില്ല, ഒരിക്കലും മാനുഷ്യമായി ചിന്തിച്ച, ഒരിക്കലും നടക്കാത്ത വിഷയമാ ജീവിച്ചിരിക്കുന്നവൻ പുറത്തു വരുന്നത്. ഇവിടെ യേശുവിന് ഇതൊന്നും അസാധ്യമല്ല. ഒന്നും ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം. യേശു കർത്താവ് കല്ലറക്കിലേക്ക് പോയപ്പോ ഞാൻ ആത്മാവിൽ കാണുകയാ, യഹൂദന്മാർ യേശുവിനെ വിമർശിച്ച യഹൂദന്മാർ ഒരുപക്ഷേ പ്രമാണിമാരും അവിടെ ഉണ്ടായിരുന്നേക്കാം. അവരെല്ലാം ഒന്നിച്ച് കടന്നു വരിക. ഇവിടെ നടക്കുന്ന കാര്യം എന്തെന്ന് കാണുവാൻ വേണ്ടി യേശു പറഞ്ഞ കാര്യങ്ങളുടെ ആ കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. അവരങ്ങനെ കല്ലുരുട്ടി മാറ്റി. ആ യേശു സ്വർഗത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ആത്മാവിൽ തിരിച്ചറിയാം. ഒറ്റ വിളി വിളിച്ചോ, ലാസർ നീ പുറത്തു വരാൻ പറഞ്ഞപ്പോ തന്നെ യേശു ക്രിസ്തു ഒറ്റ വാക്ക് കൽപ്പിച്ചപ്പോ ഇവന്റെ പ്രാണൻ എവിടെ പോയോ, ഇവന്റെ ജീവൻ എവിടെ പോയോ, ഒറ്റ സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ അവന്റെ പ്രാണൻ എവിടെ ഇരിക്കുന്നു, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇവന്റെ ശരീരത്തിന്റെ അകത്തളത്തിലേക്ക് അത് തിരികെ വരുവാൻ ഇടയായി. ഒന്ന്, അതുവരെ ശരീരത്തിൽ കൂടി ബ്ലഡിന്റെ സർക്കുലേഷൻ ഇല്ല. എല്ലാം ജീർണിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുക. ലോകജനമായി നോക്കിയാൽ ഒരു പ്രതീക്ഷകളുമില്ല. യേശു കർത്താവ് ഒന്ന് കൽപ്പിച്ചപ്പോൾ തന്നെ അവന്റെ ജീവൻ വന്നപ്പോൾ സ്റ്റക്കായി കിടക്കുന്ന ഞരമ്പിന്റെ അകത്തളത്തിൽ കൂടി ബ്ലഡുകൾ പാസ് ചെയ്യാൻ തുടങ്ങി. അതുവരെ ജീവനില്ലാത്ത വ്യക്തി ചലിക്കുവാൻ തുടങ്ങി. എങ്കിലും അവൻ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും അവൻ ചലിക്കുവാൻ തുടങ്ങി. ഇന്നു രാത്രിക്ക് ഒന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക, ഏത് ബന്ധിക്കപ്പെട്ട ആ മേഖല ആയിക്കോട്ടെ, യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞ് ഇന്നു രാത്രിക്കാലം ചില ബന്ധനങ്ങൾ പൊട്ടിമാറും. ചൂടാവാ പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ഇന്ന് രാത്രിക്കാല സ്വർഗം ചിലരുടെ കെട്ടുകളെ പൊട്ടിച്ച, ഇന്ന് രാത്രിക്കാല സ്വർഗം ചിലരെ വെളിയിലിറക്കാൻ പോയ കുഞ്ഞെ മറുപടി കിട്ടാത്ത വിഷയം യേശു കർത്താവ് ഈ ആഴ്ചയ്ക്കകത്തതിന് മറുപടി കണ്ട് സന്തോഷിക്കുന്ന ഒരു കാര്യം സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിക്കാലം ചെയ്യുക. വിശ്വസിച്ചോ, യേശുവിന് കഴിയാത്ത ഭൂപരപ്പിൽ ഒരു കാര്യവുമില്ല. ഒറ്റ വാക്കിനാൽ സകലത്തെ ഉളവാക്കിയ ദൈവത്തെ ഇന്ന് രാത്രിക്കാലം ഞാനും നിങ്ങൾ സേവിക്കുന്നത് രാജിക പുരോഹിത വർഗമാക്കി ദൈവത്തിന്റെ സ്വന്തം ജനമാക്കി മാറ്റിയ നിങ്ങളെപ്പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്നു രാത്രിക്കാലം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ വിഷയത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കുക യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിക്ക് ചില മേഖലയിൽ ചില വിടുതലുകൾ സംഭവിക്കുന്നു. ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി. ഇനി എന്റെ തലമുറയ്ക്ക് ഒരു വിടുതൽ കിട്ടത്തില്ല എന്ന് ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, ഇന്നു രാത്രി സ്വർഗം നിങ്ങളോട് പറയുക, നിങ്ങളുടെ തലമുറയുടെ മേൽ അസാധാരണമായ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. ഭാവിക്ക് വിരോധമായി നിൽക്കുന്ന ചില പൈശാചിക കുരുക്കളെ തകർക്കുന്ന അസാധാരണമായ ദൈവത്തിന്റെ ശക്തി ഇന്നു രാത്രിക്കുള്ള തലമുറയുടെ മേൽ വീഴുക. ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം, വാതിലുകൾ തുറക്കുന്നത് പോലൊക്കെ ഇന്ന് രാത്രിക്കാൽ ചില ഡോറുകൾ ഓപ്പണിംഗ് ആകുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ഫാമിലിക്കകത്തത് ചില ഡോറുകൾ ഓപ്പണിംഗ് ആകുന്നു. കുഞ്ഞെ, പ്രതീക്ഷകളില്ല, ശരിയാ, എങ്കിലും യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. യേശുവിനാൽ കഴിയാത്ത ലോകത്തിൽ ഒരു കാര്യമില്ല. എങ്കിലും ആ കർത്താവിനെ ഇന്നു രാത്രിക്കാൽ നിങ്ങൾ സേവിക്കുന്നത്, അവൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനായ ദൈവമാ. യേശുവിന്റെ അടുത്ത് വന്ന വിഷയത്തിലോ മറുപടി കിട്ടാതെ പോകുകയില്ല.
യേശുവിന്റെ അധികാരമുള്ള നാമത്തെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഇന്ന് രാത്രികാല സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രികാല ചിലരെ തൊടുന്നു. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഇന്ന് രാത്രികാല എന്നോട് ദൈവാത്മാ പറയും, എനിക്ക് ഐഡിയൽ കാണാൻ കഴിയുന്നില്ല. ലീന എന്ന് പറയുന്ന ഒരു സിസ്റ്ററെ പറ്റി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം എന്നോട് എന്റെ ഹൃദയത്തിൽ ഇടപെടുക. ആമേൻ. എങ്കിലും സ്തോത്രമല്ല. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഏത് വ്യക്തിത്വമാണോ ഇന്ന് രാത്രികാലം അസാധാരണമായ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. സ്തോത്ര പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയി നിൽക്കുന്ന മേഖലയ്ക്കകത്തോട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ഒരു പ്രവൃത്തി ഇന്ന് രാത്രിക്കാലം വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ. റേഖോമാ ശാംധരെ ജബല രഗന ദീഗൽ കടക വൈസദേ ജഗൽക്കട നഗസ്തി. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ചില മേഖലകൾക്കകത്തോട്ട് ഇന്ന് രാത്രിക്കാലം സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ആരത് റിസീവ് ചെയ്യുന്നു അവരുടെ മേൽ അസാധാരണമായ ഒരു കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രിക്കാലം വെളിപ്പെടൂ. കുഞ്ഞെ, അസാധാരണമായ ഒരു പകർച്ചയ്ക്ക് വേണ്ടി അവൻ ആഗ്രഹിക്കുന്ന ഒരു മറ്റ യൗവനക്കാരൻ നോക്കി ആത്മാവ് പ്രവചിക്കുന്നു. അടുത്ത ഉണർവിലേക്ക് സ്വർഗം നിങ്ങളെ കണ്ടിരിക്കുക. അടുത്ത ഉണർവിന്റെ അഭിഷേകമായി സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. യെസ്. യേശുവിന്റെ അധികാരമുള്ള നാമം ഒറ്റ വാക്കിലെ തന്നെ ജീവൻ മടങ്ങി വന്ന സ്തോത്രം ജീവനുള്ളവനായി തീർന്ന. എങ്കിലും ലാസർ നീ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ അവിടെ കിടന്നവർ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം. യേശു ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ എവിടെ വന്നോ കല്ലറയുടെ അടുത്തു അല്ലെങ്കിൽ ആ വെളിയിൽ അടുത്തു വന്നു നിന്നോ. അവിടുന്ന് ഒരു വ്യക്തി എടുത്തുകൊണ്ട് വന്നെന്നല്ല അവിടെ പറയുന്നത്, ഒറ്റ വിളിയിൽ തന്നെ പുറത്തു വന്നു. ചോദിക്കട്ടെ, കാല് മുതൽ പാദം മുതൽ തല വരെ റൂമാല് കൊണ്ട് ബന്ധിക്കപ്പെട്ടവൻ ഒരിക്കലും നടക്കുവാൻ കഴിയത്തില്ല. ഒരു സാഹചര്യമില്ല. എങ്കിലോ അവൻ ബന്ധിക്കപ്പെട്ടവനായി അകത്തളത്തിൽ ജീവനുള്ളവനായി ഇരിക്കുന്നെങ്കിൽ യേശുവിന്റെ ഒറ്റ വാക്കിന് ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും പുറത്തു വന്ന് ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പറയുക, അവൻ ഏത് ബന്ധിക്കപ്പെട്ട സാഹചര്യമാണെങ്കിലും ഇന്ന് രാത്രിക്കാലം പുറത്തു കൊണ്ടുവന്ന ദൈവത്തിയ ഇന്ന് രാത്രിക്കാലം കുഞ്ഞെ നിങ്ങൾ സേവിക്കുന്നത് ബന്ധനത്തെ ഇടിച്ചു പൊളിക്കുന്ന, കെട്ടുകളെ ഇടിച്ചു പൊളിക്കുന്ന അസാധാരണമായ ദൈവശക്തി ഇന്നു രാത്രിക്കാലം ചില വ്യക്തികളുടെ മേൽ വീഴുകയാണ്. യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും ആത്മാവ് അവനെ എടുത്തുകൊണ്ട് ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം. ആത്മാവ് അവനെ എടുത്തുകൊണ്ട് എവിടെ കൊണ്ടുവന്ന കല്ലറയുടെ ഫ്രണ്ടിൽ, കല്ലറയ്ക്ക് അടുത്തളത്തിൽ അല്ലെങ്കിൽ അവനെ ഗുഹയ്ക്കയുടെ അടുത്തളത്തിൽ കൊണ്ടുവന്ന ഫ്രണ്ടിൽ കൊണ്ടുവന്ന ഒരു മനുഷ്യൻ എടുത്തുകൊണ്ട് വന്നതല്ല. ഒറ്റ വിളിവിളിച്ചപ്പോ അവൻ പുറത്തു വന്നെന്ന ദൈവത്തിന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് കൊണ്ടുവന്നത് ദൈവമാ. ബന്ധിക്കപ്പെട്ട മേഖല കടന്നവനെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം അവനെ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വന്നത് സ്വർഗമാ. ഇന്ന് രാത്രിക്കാൽ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക. അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയുന്നുള്ളൂ, അവന്റെ കെട്ടഴിപ്പി അവൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ കെട്ടഴിച്ചു. അവൻ ജീവനുള്ളവനായി ആ കല്ലറ വിട്ട് വെളി വന്നപ്പോൾ ഞാൻ ആത്മാവിൽ ഒന്ന് ചിന്തിക്കുക. വെളിയിൽ യേശുവിനെ വിമർശനമായി നിന്ന ഒരു പറ്റം ജനം കാണുമായിരിക്കാം. യേശുവിനെ പരിഹസിക്കാൻ നിൽക്കുന്ന ഒരു പറ്റം ജനം കാണുമായിരിക്കാം. അവരുടെ മധ്യേ ഇതാ മറുപടിയുമായി ഒരുവൻ ഇറങ്ങി വന്നു. മറുപടി ഇതാ ഇറങ്ങി വന്നിട്ട് അന്ന് ആ ദേശം മനസ്സിലായി, ഈവൻ സാധാരണ വ്യക്തിയല്ല. നാറ്റം വെച്ച് കിടന്നവന്, ഒരിക്കലും പ്രതീക്ഷയില്ലാത്തവനെ പുറത്തിറക്കുന്നവൻ അസാധാരണമായ എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട്. അവിടെ കൂടി നിൽക്കുന്ന സമൂഹത്തിന്റെ മധ്യയിൽ വിമർശനമായി നിന്ന വ്യക്തികളുടെ നടുവില ഞാൻ ആത്മാവിൽ പറയുക. യേശു കർത്താവിനെ പുറത്തിറക്കി. മറുപടി എവിടെ വന്നു? വെളി വന്ന് മറുപടി യേശു ക്രിസ്തുവിന്റെ അടുത്ത് നിൽക്കുക. ലാസർ യേശുവിന്റെ അടുത്ത് നിൽക്കുക. അന്ന് ആ ദേശം കണ്ടു യേശു ചെയ്ത അത്ഭുത പ്രവൃത്തി ചുമ്മാതല്ല. യേശുവിന്റെ കൂടെ ആയിരുന്ന അല്ലെങ്കിൽ യേശുവിനോട് പറഞ്ഞത് ഈ മാർത്ത, സ്തോത്രം, ഹല്ലേലൂയ, എന്റെ സഹോദരൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു.
സ്തോത്രം, നിനക്കവനെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് പറയണമെങ്കിൽ യേശു ക്രിസ്തുവിൽ അത്രമാത്രം വിശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ആഴമായി വിശ്വസിച്ചുകൊണ്ട് യേശു കർത്താവ് അവിടെ ഹൃദയത്തിന്റെ വിശ്വാസം കണ്ടിട്ട് യേശുവിന് അടുത്ത സെക്കൻഡ് മുമ്പോട്ട് പോകുവാൻ കഴിയത്തില്ല. വിശ്വാസം ആധികാരികമാ. അവിടെ വിശ്വാസം ആഴങ്ങളിലേക്ക് ഇറങ്ങിയതാ. അതിനപ്പുറം ചലിക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല. അവിടെ ഹൃദയത്തിലെ വിശ്വാസം കണ്ടിട്ട് യേശു അടുത്ത സെക്കൻഡ് നടക്കാത്ത വിഷയത്തെ യേശു പുറത്തിറക്കി. ആമേൻ, 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 ആമേൻ. അവിടെ വിശ്വാസം ആഴമെന്ന് ദൈവത്തിന് മനസ്സിലായി, ഉറപ്പുള്ളതെന്ന് മനസ്സിലായി. അടുത്ത സെക്കൻഡ് യേശുവിന് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ കഴിയത്തില്ല. ഇവിടെ വിശ്വാസം ഇവിടെ നിൽക്കുക. ആമേ, ആ വിശ്വാസത്തെ പിടിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുക, ആമേൻ, നടക്കാത്ത വിഷയം വെളിയിലിറങ്ങി. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിക്കല പരിശുദ്ധാത്മാവ് പല വ്യക്തികളെ നോക്കി ആത്മാവിൽ പറയുക, നടക്കാത്ത വിഷയത്തെ സാധിപ്പിച്ചു തരുക ദൈവം മതിയായവനായ ദൈവമാ. ഇന്നു രാത്രിക്കലോ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി മറുപടി തരിക തന്നെ ചെയ്യും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മനുഷ്യമണ്ഡല പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. എങ്കിലും സ്തോത്ര അവിടെ വിശ്വാസം കണ്ടിട്ട് ആമേ ദൈവം അവനെ പുറത്തിറക്കിയപ്പോ സഹോദരിക്ക് മനസ്സിലായി. യേശു കർത്താവ്, ഞാൻ ആത്മാവിൽ ചിന്തിക്കുക, വെറുതെയല്ല യേശു കർത്താവ് 2 ദിവസം വെയിറ്റ് ചെയ്തത് മഹത്വമേറിയൊരു പ്രവൃത്തി. ആമേ സ്തോത്രം, ആമേ, ആമേൻ. ഈ പട്ടണത്തിൽ വെളിപ്പെടാൻ വേണ്ടി, ആ ദേശത്തിൽ ലോക ജനങ്ങൾ കാണുവാൻ വേണ്ടിയാ ഞാൻ ആത്മാവിൽ തിരിച്ചറിയുക. യേശു കർത്താവ് 2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് ഇന്ന് രാത്രിക്കാലം മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഭാരപ്പെടണ്ട. ഒരു ഭയങ്കര മറുപടി ഇന്ന് രാത്രിക്കാല സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. താമസിച്ചു വരുന്ന മറുപടി അത് മൂല്യമേറിയ, അതുകൊണ്ട് ഭാരപ്പെടണ്ട. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ബെഥാനിയ 2 ദിവസം കൂടി ബെഥാനിയിലേക്ക് കടക്കാതിരിക്കുന്നതിന്റെ വ്യക്തമായൊരു മറുപടി എനിക്ക് മനസ്സിലായത്, ഒരു ഭയങ്കര ദൈവപ്രവൃത്തി കാണാൻ പോവുകയായിരുന്നു. ആ ദേശം, ആ സമൂഹം തിരിച്ചറിയണം, ഇങ്ങനൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെന്ന്. ലോകചരിത്രത്തിൽ ഇന്നുവരെയും ജീർണിച്ചിരുന്ന ശവശരീരങ്ങൾ, പഴുത്തിരുന്ന ശവശരീരങ്ങൾ ഇന്നുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഇന്നുവരെ ഒരു അപ്പോസ്തലന്മാർ പോലും അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിക്ക് ഞാൻ ആത്മാവിൽ പറയാം, മനുഷ്യൻ ചെയ്തെടുക്കുവാൻ കഴിയാത്ത കാര്യം യേശു കർത്താവ് ചെയ്തു. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്ന അപ്പുറമായി നിങ്ങൾ ചെയ്യുവോ. ഇത് ഈ കാലഘട്ടങ്ങളിൽ അപ്പോസ്തലന്മാർക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്ത കുഞ്ഞെ ദൈവം നിങ്ങളിൽ കൂടെ ചെയ്യും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിക്കാൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോസ്തലന്മാർക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്തത് സ്വർഗം നിങ്ങളിൽ കൂടി ചെയ്യും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ ഒരു പ്രവചന ശബ്ദം പറഞ്ഞു, ശുശ്രൂഷരെ കണക്റ്റാക്കി ചില വ്യക്തിയോട് പറയുന്നു, നിങ്ങളുടെ ശുശ്രൂഷയുടെ ആഴം വർദ്ധിക്കുന്ന, മൂർച്ച കൂടുതൽ വർഷമെന്ന് പരിശുദ്ധാത്മാവ് ചില വ്യക്തി നോക്കി പ്രവചിക്കാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ 2022 നിങ്ങൾക്ക് മറുപടി കിട്ടുന്ന വർഷമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാൽ ചില വ്യക്തികളെ നോക്കി ഇടപെടുന്നു. 2022 നിങ്ങളുടെ ഉയർച്ചയുടെ പക്ഷമായി മാറുകയാണ്. 2022 ഒത്തിരി വേദികൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരാൻ പോകുകയാണ്. അതുമാത്രമല്ല, ഓൺലൈൻ മാത്രമല്ല, പബ്ലിക്കിലേക്ക് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇറക്കാൻ പോകുകയാണെന്ന് ഇന്ന് രാത്രിക്കാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി പരിശുദ്ധമായി പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു സ്ഥലം കൊണ്ട് ഒതുങ്ങുവാനല്ല സ്വർഗം നിങ്ങളെ കണ്ടത്. ഒരു പട്ടണം കൊണ്ട് ഒതുങ്ങുവാനല്ല സ്വർഗം നിങ്ങളെ കണ്ടത്. രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന്റെ അകത്തളത്തിൽ ചിലരെ വടക്കേ ഇന്ത്യയിലെ കേരളത്തിലും പല സ്റ്റേറ്റിലും ദൈവമാക്കിയത് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇന്ന് രാത്രിക്കാലം അത് തിരിച്ചറിയണം. നിങ്ങളെ നിർത്തിയത് സാധാരണ ഒരു വിശ്വാസിയെ പോലെ ജീവിക്കുവാനല്ല. ദൈവത്തിന് സ്തോത്രം, വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട്. ആ പദ്ധതി ഇന്ന് രാത്രിക്കാലം അത് തിരിച്ചറിഞ്ഞോണം. സ്തോത്രം. ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം കൂടെ പറയുക. 2022 എന്ന് പറഞ്ഞ വർഷം പലരുടെ ജീവിതത്തിൽ ഭയങ്കര ഉണർവിന്റെ കാറ്റടിക്കുന്ന വർഷമാക്കി മാറ്റുവന്ന് ഇന്ന് രാത്രിക്കാല സ്വർഗം ഇന്ന് രാത്രിക്കാല ചിലരുടെ വ്യക്തിയെ നോക്കി പ്രവചിക്കുന്നു. എന്നോട് ഇങ്ങനെ പറയുന്നു, ഒത്തിരി വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര സൗഖ്യങ്ങൾ നടക്കുന്ന വർഷമാണ്. ഒത്തിരി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി നിങ്ങൾ സന്തോഷിക്കുന്ന വർഷമാണെന്ന്
ഇന്ന് രാത്രിക്കാലം ഈ 2022 പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. മറുപടി പുറത്തിറങ്ങി, ലോകം കണ്ടു. സ്തോത്രം. പിന്നെ അവിടെ സകല യേശുവിന് വിരോധമായി നിന്ന, യേശുക്രിസ്തുവിനെ വിമർശിക്കാൻ നിൽക്കുന്ന സകല വ്യക്തിയുടെ നാവിനെ സ്വർഗം അടച്ചു. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി. അഭിഷേകമുള്ളവൻ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ചിലരുടെ നാവ് അടയുമെന്ന്. അഭിഷേകം പ്രാപിച്ച കുഞ്ഞെ, അഭിഷേകം പ്രാപിച്ച ദൈവദാസി അവൻ സഹോദരങ്ങള്, ഇന്ന് രാത്രിക്ക് ആത്മാവിൽ എഴുന്നേക്ക്. ഇന്ന് രാത്രിക്ക് ചില നാവിനെ സ്വർഗം അടക്കുക ചെയ്യും. സ്തോത്രം. യേശു കർത്താവിനെ വിമർശിക്കാൻ നിൽക്കുന്ന വ്യക്തിയുടെ നാവിനെ യേശു അടച്ചു. മറുപടിയുമായി പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി ഇവൻ സാധാരണ വ്യക്തിയല്ലെന്ന് മനസ്സിലായി. അസാധാരണ വ്യക്തിയെന്ന് ദേശം മനസ്സിലാക്കി. ആ സമയം മുതൽ യഹൂദന്മാരായ പ്രമാണിമാർക്ക് യേശുവിനെ മാത്രമല്ല ഈ ലാസറിനെ കൊല്ലുവാൻ ഇവർ പദ്ധതിയിട്ടു. കാരണം ലാസർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം യേശുവിന്റെ സുവിശേഷം എല്ലാ സ്ഥലത്തും കത്തിപ്പടരുമെന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം ഈ ലാസർ മരിച്ചുപോയ കാര്യമാ പലരും കേട്ടതാ. എങ്ങനെ ജീവിച്ചും ചോദിച്ചാൽ യേശുവിനെ ജീവിപ്പിച്ച സത്യം പറയുമ്പോൾ തന്നെ, ഈ യേശുവിനെ ഒന്ന് കാണണമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ പലരും യേശുവിന്റെ അടുത്ത് വന്നാൽ തന്നെ എല്ലാ വ്യക്തികളും മാനസാന്തരപ്പെടുമെന്ന് ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ ഒരു 70% അല്ലെങ്കിൽ 80% വ്യക്തികൾ മാനസാന്തരപ്പെടുമെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം. അതുകൊണ്ട് ഈ പ്രമാണിമാരുടെ പദ്ധതി നടക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലായ ഒരു വിഷയമുണ്ട്. യേശു മാത്രമല്ല ഈ ലാസറും ജീവിച്ചിരിക്കുന്നത് ഈ സമൂഹമായ നമുക്ക് ഭീഷണി എന്ന് മനസ്സിലായതുകൊണ്ട് ഇവരെ രണ്ടുപേരെ കൊല്ലാൻ പദ്ധതിയിട്ടു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ലാസറിനെ കൊല്ലാൻ ഇവർ പദ്ധതിയിട്ടു. ഒരു വിരുന്നുശാലയിൽ ഇരിക്കുന്ന സമയത്ത് കൊല്ലാൻ പദ്ധതിയിട്ടു. ഒന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം, ആത്മനിറവുള്ളവന് അത് മനസ്സിലാകും. സകല രഹസ്യങ്ങളെ മനസ്സിലാക്കുന്നവനായ കർത്താവ് ഇവിടെ ചിന്തകളെ പോലും സ്വർഗം വിവേചിക്കുവാനിടയായെങ്കിൽ ഇന്നു രാത്രിക്കാലം ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം, ചിന്തകളെ നിലവുകളെ ദൂരത്ത് വെച്ച് ഗ്രഹിക്കുന്നവനായി കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കുഞ്ഞെ, ഇന്ന് രാത്രിക്കാലം ചിരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്ന പലരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമല്ലാന്നേക്കാം. അത് മനസ്സിലാക്കി ആത്മാവിന്റെ അല്ലെങ്കിൽ ആ തലം തുറന്നു വന്നെങ്കിൽ മാത്രമേ, വിവേചനത്തിന്റെ വരം ഉള്ളറിലേക്ക് വന്നെങ്കിൽ മാത്രമേ ആരൊക്കെയാ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെന്ന് മനസ്സിലാക്കുവാൻ കഴിയൂ. ഇന്ന് രാത്രികാലം ഇങ്ങനൊരു ദൂത് പരിശുദ്ധമായിട്ട് പറയാൻ പറയുന്നു. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിക്ക് ഞാൻ ആത്മാവിൽ വേഗത്തിൽ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. ഈ രണ്ടുപേരെ കൊല്ലാൻ നോക്കി ഞാൻ ആത്മാവിൽ തിരിച്ചറിയാം. അവരുടെ പദ്ധതിയെ പൊളിച്ചവൻ കർത്താവ് ഇന്നും ജീവിക്കുക. എങ്കിലും വാറ്റത്തെ തടക്കുക, നീ ചെയ്യാൻ പോകുന്ന അത്ഭുതത്തെ തടുക്കുക ഈ ലോകത്തിന്, മനുഷ്യത്തിനോ പൈശാചികത്തിനോ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ തിരിച്ചറിഞ്ഞു. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി സ്വർഗം നിങ്ങളിൽ കൂടി ചെയ്യാൻ പോകുക. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ഇന്ന് രാത്രിക്ക് ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. സ്വർഗം നിങ്ങളിൽ കൂടി ചെയ്യാൻ പോകുക. യേശു കർത്താവ് ചെയ്തതാ. ലോക രാജ്യങ്ങൾ ലോകത്തിന് 5 വൻകരകൾ വെളിപ്പെട്ടെങ്കിൽ കുഞ്ഞെ അടുത്തൊരു ചരിത്ര സംഭവമാക്കി മാറ്റുക. സ്വർഗത്തിന് ഒരുപക്ഷെ നിങ്ങളെ പറ്റി പദ്ധതിയുണ്ട്. അടുത്ത കാലഘട്ടത്തിന്റെ ശുശ്രൂഷകനാക്കി, അടുത്ത കാലഘട്ടത്തിന്റെ ശുശ്രൂഷയാക്കി സ്വർഗം നിങ്ങളെ കണ്ടിരിക്കുക. ശക്തമായി പുറത്തുക. രാജ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പട്ടണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അസാധാരണമായ ഉണർവിന്റെ നിയോഗത്തോടുകൂടി സ്വർഗം ഈ കാലഘട്ടങ്ങളിൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന സീസണായി മാറുന്നു. ചൂടാര ഹാംദൂര ജബന രഗനെ സാംധരെ ജബലഗഡഗ ശാംധര ജഗനഗഡഗസ്തി. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേഗത്തിൽ ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അവൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ വിഷയത്തെ കർത്താവ് വെളിയിൽ കൊണ്ടുവന്നു. ഇതാ ദൈവപ്രവൃത്തി. അവൻ സഹോദരി വിശ്വസിച്ചു, നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്കത് ചെയ്തു തരും. ഈ വിശ്വാസമാ യേശു കർത്താവിന് സന്തോഷം ഉളവാക്കുവാനിടയായത്. ആ വിശ്വാസം ആഴമെന്ന് മനസ്സിലായപ്പോൾ അടുത്ത സെക്കൻഡ് ഇതിനെ മറികടന്ന് പോകുവാൻ കർത്താവിന് കഴിയത്തില്ല. ഇന്നു രാത്രികാലം വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കട്ടെ. ഇന്നു രാത്രികാലം വിശ്വാസത്തിന്റെ ആഴം വർദ്ധിച്ചാൽ ജീവിതത്തിൽ ഭയങ്കര ബ്ലെസ്സിംഗ് ആയി മാറും.
അവൻ ഈ കാലഘട്ടങ്ങൾ പിടിച്ചു നിൽക്കണമെങ്കിൽ വിശ്വാസത്തിൽ ആഴം വർദ്ധിക്കണം. ഇന്ന് ലോകചരിത്രത്തിൽ വെയിറ്റിംഗിലായി കിടന്ന പ്രവചനം എന്ന് പറഞ്ഞാൽ ഈ മലയോട് പോയി കടലിൽ ചാടാൻ പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പറഞ്ഞത്. ഈ കാട്ടത്തിയോട് പോയി വേരോടെ പറഞ്ഞ് നട എന്ന് പറഞ്ഞത് ആത്മീയത്തെ ചിന്തിക്കാം, അതങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞത്. അത് വചനം പഠിപ്പിന് കടുക് മണിയോളം വിശ്വാസം. കടുക് എന്ന് പറഞ്ഞാൽ പുലർത്തു നോക്കിയ നിറവിനെ കാണിക്കും. നിറഞ്ഞ വിശ്വാസത്തോടു കൂടി ആത്മാവിൽ കൽപ്പിച്ച നിങ്ങൾ ഇരിക്കുന്ന സ്പോട്ടിൽ പോയി എവിടേക്ക് പോകും? കടലിലേക്ക് പോകും. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക. ആമേൻ. പോറ്റു പറയുവാൻ ദൈവം മനുഷ്യനല്ല. ലോകചരിത്രത്തിൽ ഭൂപരപ്പിൽ ഇന്നുവരെ അങ്ങനൊരു വിശ്വാസമുള്ളവർ ഇന്നുവരെ ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിന് ആഗ്രഹം, യേശു കർത്താവിന് ഇഷ്ടം. അവൻ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കണം. അതാ സ്വർഗം ഇന്ന് രാത്രിക്കാലം പ്രതീക്ഷിക്കുന്നത്. കൂടെ നടക്കുന്ന 12 ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വാസമുണ്ടായി. യേശു കർത്താവ് അവിശ്വാസത്തെ ശാസിച്ചു. അവിശ്വാസം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഒരു വാക്കിനെ വിരാമോടാൻ പോകുക. യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മാർത്ത, നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്കത് ചെയ്തു തരും. ആ ഒരു വിശ്വാസം യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ ആ വാക്ക് പറഞ്ഞപ്പോൾ യേശുവിന് വലിയ സന്തോഷമുണ്ടായി. ആമേൻ. ഞാൻ ചുരുക്കി പറയട്ടെ, യേശു കർത്താവ് മാനുഷ്യമായി മറുപടി കിട്ടാത്ത വിഷയത്തെ പരസ്യമായി പുറത്തിറക്കി ലോകത്തിന് മുമ്പിൽ യേശു കർത്താവ് തെളിയിച്ചു കൊടുത്തതുപോലെ ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആരെന്ന് ലോകം മനസ്സിലാക്കാൻ പോകുക. ഇതൊരു പ്രവചന ശബ്ദത്തിന്റെ വാക്ക് നിർത്താൻ പോകുക. നിങ്ങൾ ആരെന്ന് ലോകം മനസ്സിലാക്കാൻ പോകുക. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ പറയുന്നു, നിങ്ങൾ ആരെന്ന് ലോകം മനസ്സിലാക്കാൻ പോകുക. നിങ്ങൾ വ്യാപരിക്കുന്ന അഭിഷേകം എന്തുവെന്ന് ലോകജനം മനസ്സിലാക്കാൻ പോകുക. അതുകൊണ്ട് ഒരു തലം കൊണ്ട് ഒതുങ്ങുവാനല്ല സ്വർഗം കണ്ടത്, നിങ്ങളെ പബ്ലിക്കിലേക്ക് ദൈവാത്മാവ് ഇറക്കാൻ പോകുക. ആരൊക്കെയോ നോക്കി പരിശുദ്ധമ പ്രവചിക്കുന്നു. പബ്ലിക്കിലേക്ക് പരിശുദ്ധമ ചില വ്യക്തികളെ വേഗത്തിൽ ഇറക്കുമെന്ന് ആത്മാവ് ഇടപെടുന്നു. ആമേൻ. ഒരു മീഡിയ കൊണ്ട് ഒതുങ്ങുവാനല്ല സ്വർഗം ചിലരെ പറ്റി പദ്ധതി ഇട്ടിരിക്കുന്നത്. മീഡിയ നല്ല കാര്യം, ശരിയാ. എങ്കിലും അതിനപ്പുറമായി പബ്ലിക്കിലേക്ക് സ്വർഗം ചിലക്ക് വേണ്ടി ചില വേദികൾ ദൈവം ഓപ്പണിംഗ് ആക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്നു രാത്രികാല ഭാവിയുടെ കുരുക്കളെ അഴിക്കുവാൻ കഴിവുള്ള ദൈവം ഇന്നു രാത്രികാല ചിലർക്ക് വേണ്ടി ചില ഓപ്പണിംഗുകൾ നടത്തുന്നു. യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ശുശ്രൂഷയുടെ ആഴം യേശുവിന്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ. വിശ്വാസത്തിന്റെ ആഴം യേശുവിന്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ. സ്തോത്രം. വിശ്വാസത്തിന്റെ ആഴം വർദ്ധിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായി നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെട്ടു. യേശു കർത്താവിന് അവിശ്വാസി ആവശ്യമില്ല. 2 വിശ്വാസം ദൈവത്തിന് വെറുപ്പ, പൂർണ്ണ വിശ്വാസം. അതാ കർത്താവ് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കുന്നത്. പഴയ നിയമം പഠിക്കുമ്പോൾ ഏലിയാവ് ആഴമേറി വിശ്വസിച്ച് ഒറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ പ്രകൃതി പോലും നിശ്ചലമായി പോയി. അതാ വിശ്വാസത്തിന്റെ ആഴം. സ്തോത്രം. യേശുക്രിസ്തു ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ പട്ടണത്തിലെ ഭൂതം വീണത്, ആകാശത്തുനിന്ന് വീഴുന്നത് യേശു കണ്ടു. ആ നാമത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വായിന്ന് പുറപ്പെടുന്ന ദൈവവചനത്തിന്റെ ശക്തി അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോണക്ക് ആമേ ചെല്ലുന്ന മേഖല കാത്ത അതൊരു വിടുതലായി മാറും. സ്തോത്രം. ഒത്തിരി പാപികൾ മാനസാന്തരത്തിലേക്ക് നയിക്കും. ഒത്തിരി പാപികൾ മാനസാന്തരപ്പെടും. ഈ 2022 ഒത്തിരി അനുഗ്രഹത്തിന്റെ സാക്ഷ്യം പറയുവാൻ സ്വർഗം നിങ്ങൾക്ക് അവസരം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു,
വിശ്വാസത്തിന്റെ ആഴം ഇന്ന് രാത്രികാലം വർദ്ധിക്കുന്നു. ദൈവം ചിലർക്ക് വേണ്ടി ചില 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 മർമ്മങ്ങൾ ദൈവം ഓപ്പണായി ദൈവം കൊടുക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസത്തിന്റെ ആഴം ഇന്ന് രാത്രികാലം തുറന്നു വരുന്നു. യേശുവിന്റെ നാമത്തിൽ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് ഒരു മഹത്വമേറിയ ഒരു പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രികാലം തുടങ്ങുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ശൂന്യമായി പോയ മേഖലകളിൽ അസാധാരണമായ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമായി തീരുന്നു. തീർന്നു, ഇനി നടക്കത്തില്ല. വിധിയുടെ വിഷയം ഈ വർഷം തന്നെ ദൈവം അത് സാധിപ്പിച്ച നിങ്ങളുടെ കരങ്ങളിൽ തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇതിൽ കണക്ട് ആയിരിക്കുന്ന വ്യക്തികളെ നോക്കി പ്രവചിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതുകൊണ്ട് വേഗത്തിൽ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. സ്തോത്രം. യേശുവോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മാർത്ത, നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്കത് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവം ഈ ഭൂപ്പരപ്പിലേക്ക് വിട്ടത് സകല മനുഷ്യർക്ക് വേണ്ടിയാ, സകല മാനവരാശിക്ക് വേണ്ടിയാ. കാൽവരിയുടെ കൊലക്കളത്തിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്നിട്ട് ഉയരത്തിലേക്ക് പോയത്. കുഞ്ഞേ, യേശു രക്തം തന്ന നിങ്ങളെ വിലക്ക് മേടിച്ചത്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം വിശ്വസിച്ചോ, നിങ്ങൾ സാധാരണ വ്യക്തിയല്ല, രാജക പുരോഹിത വർഗമാക്കി ദൈവത്തിന്റെ സ്വന്തം ജനമാക്കി ദൈവം നിങ്ങളെ മാറ്റിയിരിക്കുക. നിങ്ങൾ രാജാവിന്റെ മക്കളാ. നമ്മൾ രാജാവിന്റെ മക്കളാ. നമ്മൾ സാധാരണ വ്യക്തിയല്ല. ഈ ദേശത്തൊരു കടക്കണിയിൽ കിടന്ന് നശിക്കുവാൻ സ്വർഗം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നില്ല. അതിന്റെ തെളിവ് ഞാൻ വീണ്ടും പറയാം. കടലിന്റെ അടിത്തട്ടിക്കൂടി പോയ മത്സ്യത്തിന്റെ ഉള്ളറി കിടന്ന ചതുർപ്പമ്മ പണത്തെ കണ്ടവനായ ദൈവം പത്രോസിനെ ചൂണ്ടയിടാൻ പറഞ്ഞ് ചൂണ്ടയിട്ടുകൊണ്ട് വന്നു. അത് കീറി നോക്കിയപ്പോ ചതുർപ്പമ്മ പണം കണ്ടു. അതുകൊണ്ട് എനിക്കും നിനക്കും കരം അടയ്ക്കാൻ പറഞ്ഞു. സ്തോത്രം. ഇതടച്ചില്ലെങ്കിൽ ബാധ്യത കിടക്കുക. സ്വർഗം അത് ആഗ്രഹിക്കുന്നില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒറ്റ വ്യക്തിയിൽ കടക്കണിയിൽ കിടക്കുക യേശു ആഗ്രഹിക്കുന്നത് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുക. പത്രോസിന്റെ കടത്തെ മാറ്റിയ ദൈവം നിങ്ങളുടെ കടത്തെ ദൈവം പൊട്ടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ആരെയാ സേവിക്കുന്നത്? രാജാവായ ദൈവത്തെ. രാജകൊട്ടാരത്തിൽ ശൂന്യതയില്ല. രാജാവിന്റെ മക്കളാ. സ്തോത്രം. നമ്മൾ ശൂന്യത അനുഭവിക്കേണ്ടവരല്ല. ഇന്ന് രാത്രി ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇങ്ങനെ ഒരു പ്രവചന ശബ്ദം പറയുന്നു. ചില സാമ്പത്തിക മേഖലയിൽ ചില ഓപ്പണിംഗുകൾ സംഭവിക്കുന്നു. ഇത് ഭംഗി വാക്ക് പറയില്ല. യേശുവിന്റെ നാമത്തിൽ കടം പലപ്പോഴും കൊടുക്കുവാൻ കഴിയാതെ, ലോൺ പോലും അടയ്ക്കുവാൻ കഴിയാതെ ബാധിതയായി നിൽക്കുന്ന ചില പ്രതിസന്ധികൾ ഇന്നു രാത്രികൾ യേശുവിന്റെ നാമത്തിൽ തന്നെ പൊട്ടിച്ചു കളയുക. കടം മാറിക്കഴിഞ്ഞാൽ 80% മനുഷ്യൻ ഫ്രീയാ, സന്തോഷം ജീവിതത്തിലേക്ക് മടങ്ങി വരും. കടം നിമിത്തം മാനുഷ്യമായി ചിന്തിച്ച പലരും രോഗിയായി മാറുന്നത് ഇതൊരു ബന്ധനമാ. ഇന്ന് രാത്രിക്കൽ ആ മേഖല പൊട്ടണം. എങ്ങനെ പൊട്ടണം? ആത്മാവിൽ വിശ്വസിക്കണം. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. അത് വിശ്വസിച്ചാൽ മതി. എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ ആഴം വർദ്ധിക്കട്ടെ. വിശ്വാസത്തിന്റെ ആഴം വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആഴം വർദ്ധിക്കട്ടെ. നമ്മളെ സാധാരണ മനുഷ്യനെ അല്ല സേവിക്കുന്നത്. അഖിലാണ്ടത്തെ നിർമ്മിച്ചവർ ദൈവത്തെ സേവിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോൾ ഈ ലോകത്തിൽ കടക്കടിയിൽ കടന്നു മരിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കടക്കാരനായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിക്ക് ഞാൻ ആത്മാവിൽ പറയുന്നു, പത്രോസിനെ വെറുതെ അല്ല വിളിച്ചത്, സകലതും വിട്ട് പുറത്തു വന്ന വെറുതെ അല്ല. അതുകൊണ്ട് അവന്റെ കടത്തെ സ്വർഗം തീർത്തു കൊടുത്തത്. അല്ലെങ്കിൽ ലോകം പഴിക്കൂ. അവൻ ഭാര്യ മക്കൾ ഉണ്ടായിരുന്നിട്ട് അവനെ കൊണ്ടുവന്നതുകൊണ്ട്, അവൻ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതുകൊണ്ട് അവൻ കടത്തിൽ ആയിപ്പോയെന്ന് ലോകം പറയൂ. അത് യേശുവിന് മനസ്സിലായതുകൊണ്ട് അവന്റെ കടത്തെ, പത്രോസിന്റെ കടത്തെ സ്വർഗം തീർത്തു കൊടുത്തു. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരു ദൂതനെ പറഞ്ഞ് നിർത്താൻ പോയ ഇറങ്ങി തിരിച്ച ദൈവദാസി, സ്തോത്രം. സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് ഭയപ്പെടണ്ട, സ്വർഗം അതിനെ മാറ്റിക്കളയും. യേശു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണോ? കടത്തിൽ കിടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. വേഗത്തിൽ വിഷയത്തിന്റെ മധ്യം നീക്കുപോക്ക് ദൈവം തരും. അതുകൊണ്ട് എല്ലാ കണ്ണും ഒരു നിമിഷം അടയ്ക്കട്ടെ.
യേശുവിന്റെ നാമത്തിൽ. മാർത്ത പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും പിതാവ് നിന്റെ പ്രാർത്ഥന കേട്ട് നിനക്കത് മറുപടി തരുമെന്ന് ഞാൻ അറിയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിക്കാൽ ഞാൻ വിശ്വസിക്കുക, ദൈവത്തിന്റെ മക്കൾ ആയിരിക്കുന്ന നിങ്ങളെ സ്വർഗം വിഷയത്തിന് അതിൽ പരിഹാരം തരുമെന്ന്, മറുപടി തരുമെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനാം നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി കൽക്കത്താവ് ഈ ഗ്രൂപ്പിനെ ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ആമേ സ്തോത്രം. ഈ ഗ്രൂപ്പിന്റെ അകത്തതിൽ ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടണം, ഭയങ്കര ദൈവ മഹത്വം വെളിപ്പെടണം. കർത്താവേ സ്തോത്രം. ഇതിൽ കണക്ട് ആയിരിക്കുന്ന വ്യക്തികളെല്ലാം സ്വർഗത്തിലെ ദൈവമേ ഒരു മീഡിയ കൊണ്ട് മാത്രം ഒതുങ്ങേണ്ടവരല്ല, ഇവരെ പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പരിശുദ്ധം വേഗത്തിൽ ഇറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലർക്കു വേണ്ടി അനേക വേദികൾ പരിശുദ്ധം ഓപ്പണിംഗ് ആക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം. അന്ത്യകാലത്തിന് ഉണർവ് വ്യക്തികൾ പൊട്ടിപ്പുറപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. മഹത്വവും മാനവും എല്ലാം അങ്ങക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്ക് ഇത്രത്തോളം സമയത്തെ അനുവദിച്ചെന്ന റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലായിരിക്കുന്ന കർത്താവിന്റെ ദാസിക്ക് പ്രത്യേകം എൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുക. ഈ ഗ്രൂപ്പിനെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. ഈ ഗ്രൂപ്പ് മുഖാന്തരം അനേകര് ക്രിസ്തുവിലേക്ക് കടന്നു വരട്ടെന്ന് ഇന്ന് രാത്രിക്ക് ഞാൻ ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുക. ഈ ഗ്രൂപ്പിനെ ദൈവം അധികമായി മാനിക്കുമെന്ന് ഇന്ന് രാത്രിക്ക് ഞാൻ വിശ്വസിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.